ഹായ് ഹായ്. നമ്മളൊരു കാര്യം കാണിച്ചേരേ. ഇതെന്തുണ്ടാക്കാനാ മെഹക്കു? സദ്യ. സദ്യ. മെഹക്കു പറഞ്ഞ് അവൻ ഇത്തവണ ഓണസദ്യ കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ വിചാരിച്ച് കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അവനിഷ്ടമാണ് ഈ സദ്യ, പൊതിച്ചോറ് അങ്ങനെയുള്ള ഇലയിലൊക്കെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് ചെറിയൊരു 5-6 ഐറ്റംസ് എല്ലാം വെച്ചിട്ടൊരു സദ്യ അവൻ്റെ ആഗ്രഹം പോലെ നടത്തി കൊടുക്കാന്ന് വിചാരിച്ച്. ഇനി ഇതെല്ലാം ആയിട്ട് നമ്മള് എങ്ങനെയാ തിന്നാ? വാഴയിലല്ലേ? നമ്മളെ ക്ലീനിങ് തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്, ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ മാഡം? ബാലവേലയാ മേക്കു? ഇതെന്തിനാ ഇലയിലും കഴുകി തുടച്ച് വെക്കുന്ന? സദ്യ എന്തായാ? സദ്യ കഴിക്കാൻ വേണ്ടിട്ട് ഉമ്മ കൊറേ കറിയെല്ലാം രാവിലെ നല്ല കഷ്ടപ്പെട്ടാക്കിയിട്ടുണ്ടല്ലേ? ആരാക്കിയ? ഉമ്മാമയെല്ലാം ആക്കിയ? എന്നിട്ട് ഉമ്മ ക്രെഡിറ്റ് എടുക്കുന്നല്ലേ? അപ്പൊ നമുക്ക് കറിയെല്ലാം കൊറേ ഉണ്ടോ? കറി ഉണ്ടാ? നമ്മള് കുറച്ച് സാധനം ആക്കിയിട്ടുള്ളേ. എന്താന്ന് വെച്ചാല് പച്ചക്കറി കുട്ടികൾ എത്രത്തോളം കഴിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാലോ. അതുകൊണ്ട് തീരെ ചെലവാവൂല. കുറച്ച് ഐറ്റംസ് മാത്രം ആക്കിയത്, ഒരു 5-6 ഉണ്ടോ? പറമേക്കു ഇതെന്നാ? പഴം. പച്ചടി, അവിയല്, ഇത് ഓല, കൂട്ടുകറി, പപ്പടം, പിന്നെ 2 സേമിയ പായസം, പിന്നെ സാമ്പാർ, പിന്നെ ഇത് പാവക്ക കൊണ്ടാട്ടോ അല്ലേ? ചിക്കൻ പൊരിച്ച വേണേനോ? മോശ സദ്യന്റെ കൂടെ ചിക്കൻ കഴിക്കരുത്. ശരിയാ, ചേരൂല അല്ലേ? കോമ്പിനേഷൻ ചേരൂല. കഥ കേട്ട് പഠിക്ക. നിങ്ങളല്ലല്ലോ ചിക്കന്റെ കൂടെ ഇങ്ങനെ അല്ല സദ്യന്റെ കൂടെ ചിക്കൻ പൊരിച്ച് കഴിക്കുന്ന എന്റെ മേക്ക് പറയുന്ന കേട്ടാ. ഞാൻ കുടിക്കുന്നു എടുക്കണം. ഓക്കെ. പ്രഥമൻ പായസം ഇല്ലാത്തതുകൊണ്ട് നമ്മള് സേമിയ പായസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ. അപ്പൊ മേക്കിന് അതിൽ പപ്പടം പൊടിച്ചിടണമെന്ന്. സേമിയ പായസത്തിൽ പപ്പടം പൊട്ടിച്ച് കഴിക്കാന്നുള്ള കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രഥമൻ പായസം വെക്കാത്തേന്നും കൂടി പറ. എനിക്കിഷ്ടം. അവരാരും പ്രഥമൻ പായസം കുടിക്കൂല. എന്റെ ഫേവറേറ്റ് ആണ്.